വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഫാമിലി ഓണം വ്ളോഗാണ്. അപ്പോൾ ഇപ്രാവശ്യത്തെ ഓണത്തിന് അമ്മയും ചേച്ചിയൊക്കെ നാട്ടിൽ നിന്ന് വന്നിട്ടുണ്ടല്ലോ. അപ്പോൾ അവരുള്ളപ്പോഴാണ് ഇപ്രാവശ്യത്തെ ഓണം. അപ്പോൾ നമ്മളത് കുറച്ച് കളർഫുള്ളാക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളിവിടെ ഓണത്തിൻ്റെ അടിപൊളി കുക്കിംഗ് ഒക്കെ തുടങ്ങിയാണ്. അടിപൊളി ഒരു സദ്യ ഉണ്ടാക്കാനുള്ള കുക്കിംഗ് ഒക്കെ തുടങ്ങിയാണ്. എല്ലാ വർഷവും ഞങ്ങൾ ഓണം സെലിബ്രേറ്റ് ചെയ്യും. നമ്മൾ കേരള അസോസിയേഷനിൽ നമ്മൾ പോകാറുണ്ട്. അതിൻ്റെ വീഡിയോ ഒക്കെ നിങ്ങളും കണ്ടു കാണുമല്ലോ, പോകാറുണ്ട്. പിന്നെ നമ്മൾ എന്തായാലും നമ്മുടെ വീട്ടിലൊരു ഓണം സെലിബ്രേഷൻ ഞങ്ങൾ വെക്കും. നമ്മൾ എവിടെ പോയാലും, ഇപ്പം നമ്മുടെ കസിൻസിൻ്റെ വീട്ടിൽ ഓണം സെലിബ്രേഷന് പോയാലും അസോസിയേഷനിൽ പോയാലും എവിടെ പോയാലും നമ്മുടെ വീട്ടിലൊരു ഓണം വെക്കുമ്പോഴാണ് അതിനൊരു പൂർണ്ണത വരുന്നത്. അപ്പോൾ നമ്മൾ ഓണത്തിൻ്റെ കുക്കിംഗ് ഒക്കെ ഇവിടെ തുടങ്ങിയാണ്. ഇത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കിയ അപ്പമാണ്. നല്ല ആവി പറക്കുന്ന അപ്പം, നല്ല ചൂടപ്പം, അപ്പവും മുട്ടക്കറിയും ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ഇവിടെ ഓണം കുക്കിങ് ഞങ്ങൾ തുടങ്ങുകയാണ്. അപ്പം നമ്മൾ കുക്കിംഗ് ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നില്ല. അങ്ങനെ കാണിച്ച് നമ്മുടെ വീഡിയോ 1 മണിക്കൂർ വീഡിയോ ആയിപ്പോവും. അതുകൊണ്ട് നമ്മൾ 2 ചോറ് ഇവിടെ ഉണ്ടാക്കി, ഞങ്ങൾ മോര് കറി ഉണ്ടാക്കി, നമ്മുടെ പുളിശ്ശേരി, പിന്നെ കോവയ്ക്ക മെഴുക്ക് പുരട്ടി ഉണ്ടാക്കി. ഞങ്ങളുടെ തന്നെ കോവയ്ക്കായിരുന്നു. പിന്നത്തേണ് ഞങ്ങളൊരു അടിപൊളി പായസം. നമ്മളിവിടെ പരിപ്പ് പായസമാണ് ഉണ്ടാക്കുന്നത്. ഞങ്ങൾക്ക് സേമിയയോടും മറ്റേ നമ്മുടെ അടപ്രഥമനെയൊക്കെ ഇഷ്ടം. ഇവിടെ എല്ലാവർക്കും പരിപ്പ് പായസമാണ്. അതുകൊണ്ട് നമ്മൾ പരിപ്പ് പായസം, നല്ല അടിപൊളി പരിപ്പ് പായസം ചേച്ചി അമ്മയും കൂടെ ഉണ്ടാക്കുവാണ്. അതെല്ലാം കൂടെ ഒഴിക്കാനത് വല്ലതും തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. വാവിൻ കൊമ്പേറുന്നൊരു പൂവാലിക്കുയിലേ മാവേലി തമ്പ്രാന്റെ വരവായ ചൊല്ല്. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ മലരോണ പാട്ട്. തിരുവാവണിരാവ് മനസാകെ നിലാവ് മലയാള ചുണ്ടിൽ. മലരോണ പാട്ട്. അപ്പോൾ നമ്മുടെ കുക്കിംഗ് ഒക്കെ പകുതിയോളമായി. അപ്പോൾ നമ്മുടെ പാത്രങ്ങളുണ്ട്, കുക്കിംഗ് പാത്രങ്ങളൊക്കെ കഴുകിയാണ്. ഡിഷ് വാഷറിലൊന്നും കൊള്ളത്തില്ല. അപ്പം നമ്മൾ കൈകൊണ്ടുകൂടെ കഴുകിയെടുക്കുവാണ്. അപ്പോൾ ഇവിടെ അവിയൽ റെഡിയാക്കി, പരിപ്പ് കറി റെഡിയായിക്കൊണ്ടിരിക്കുന്നു. ഞാനിവിടെ നന്നായിട്ട് പരിപ്പ് കറിക്ക് ഈ റോക്കറ്റ് മിക്സിക്കകത്ത് നല്ല ഫൈൻ പേസ്റ്റായിട്ട് നല്ല വെണ്ണ പോലെ അരച്ചെടുത്ത കോക്കനട്ട്. ഇത് സാമ്പാർ വെക്കാനുള്ള പരിപ്പാണ്. ഇനി പരിപ്പ് കറി റെഡിയാക്കി കഴിഞ്ഞ് സാമ്പാർ ഉണ്ടാക്കണം. അപ്പോൾ ഞങ്ങൾ ഇന്നലെ കുറേ ചെയ്ത് വെച്ചു. കറികളൊക്കെ കുറേ ഉണ്ടാക്കി, പായസം ഉണ്ടാക്കി, ബാക്കി കറികളൊക്കെ ഇന്ന് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ സാമ്പാർ നമ്മൾ റെഡിയാക്കാൻ പോവാണ്. അതിനുള്ള കഷണങ്ങൾ വേണ്ട നമ്മൾ എല്ലാം നമ്മൾ കട്ട് ചെയ്ത് റെഡിയാക്കി സാമ്പാർ വെക്കാൻ പോവാണ്. പരിപ്പ് കടി റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ നമ്മളൊരു ക്യാബേജ് ആൻഡ് ക്യാരറ്റ് തോരൻ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം നമ്മൾ ചെയ്യുകയാണ്. ഓൾമോസ്റ്റ് എല്ലാം തന്നെ കഴിഞ്ഞു. പിന്നെ ടി വിയിൽ ഓണത്തിൻ്റെതായ കുറേ പ്രോഗ്രാംസ് ഉണ്ട്. അതെല്ലാം കണ്ടുകൊണ്ടാണ് നമ്മളിവിടെ കുക്ക് ചെയ്യുന്നത്. കാരണം ഓപ്പൺ കിച്ചൺ ആയതുകൊണ്ട് നമുക്കങ്ങനെ കണ്ടുകൊണ്ടെല്ലാം ചെയ്യാം. വേണ്ട ഞങ്ങളുടെ കറികളെല്ലാം ഇവിടെ റെഡിയായി ഉണ്ടോ, എല്ലാം തന്നെ റെഡിയായിട്ടുണ്ട്. ഞങ്ങൾ രാവിലെ മുതൽ തുടങ്ങിയ കുക്കിങ്ങാണ്. എല്ലാം റെഡിയായി. മെഴുക്ക് പുരട്ടി, തോരൻ, ചോറ്, പുളിശ്ശേരി, എരിശ്ശേരി എല്ലാം റെഡിയായി. ഇനി ഞങ്ങൾക്ക് പപ്പടം കാച്ചാനുണ്ട്. അതിലൂടെ ഉള്ളു പെൻഡിങ്. ബാക്കി എല്ലാം തന്നെ ഉണ്ടോ എരിശ്ശേരി. പിന്നെ നമ്മൾ പച്ചടി നമ്മൾ ഒരു വെള്ളരിക്ക പച്ചടിയാണ് ഉണ്ടാക്കിയത്. അങ്ങനെ ഞങ്ങളുടെ ഓണസദ്യ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഞങ്ങൾ ഇന്നലെ മുതൽ കുക്കിംഗ് തുടങ്ങി. ഇന്നലെ ഞങ്ങൾ പായസമൊക്കെ ഉണ്ടാക്കി, മെഴുക്ക് പുരട്ടി ഉണ്ടാക്കി വെച്ചു. പിന്നെ കുറച്ചൊക്കെ കട്ട് ചെയ്ത് വെച്ചു. ബാക്കിയെല്ലാം രാവിലെ ഉണ്ടാക്കി. അപ്പോൾ ഞങ്ങളുടെ ഓണസദ്യ ഇവിടെ റെഡി. ഞങ്ങളുടെ ചോറ്, സാമ്പാർ, അവിടെ
അവിയൽ, ക്യാബേജ്, പരിപ്പ്, മോരല്ല പുളിശ്ശേരി, എരിശ്ശേരി, മെഴുക്ക് വരട്ടി, പപ്പടം, പച്ചടി, പായസം, എവറിത്തിങ് റെഡി ആൻഡ് വെള്ളം റെഡി. പിന്നെ നമ്മുടെ പിക്കിള്, നമുക്ക് 2 ടൈപ്പ് പിക്കിള് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ഓണസദ്യ വിളമ്പുകയാണ്. ജഗന്നാഥൻ മമ്മി അവിടെ ഇരുത്തി, മമ്മി ലീഡർ, മമ്മി അവിടെ ഇരുത്തി. ഇനി ഞങ്ങളെല്ലാവരും ഇങ്ങനെ ഇരിക്കും. ചേച്ചി വിളമ്പുകയാണ്. നമ്മൾ ഓണക്കോടിയൊക്കെ കൊടുക്കുന്നത് കഴിച്ചു കഴിഞ്ഞിട്ടാണ്. കാരണം കേരള അസോസിയേഷനിൽ പോയി ഞങ്ങളുടെ സാരിയൊക്കെ വീണതാണ്. അതുകൊണ്ട് ഞങ്ങൾ സാരിയെ മേടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. എണ്ണ വിളമ്പിക്കോ. മമ്മിക്ക് ഇച്ചിരി ചോറ് മതിയോ? വെരി ലിറ്റിൽ. നെയ്യ് വരുന്നു. പരിപ്പ് നെയ്യും കൂടെ കഴിച്ചു. ആദ്യം നമ്മൾ പരിപ്പും നെയ്യും കൂടെ കഴിക്കുന്നു. നമ്മളിവിടെ ഉപ്പേരി, ശർക്കര വരട്ടി എല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ എരിശ്ശേരി, പുളിശ്ശേരി, അവിയൽ, സാമ്പാർ, തോരൻ, മെഴുക്കുരട്ടി, പച്ചടി, കിച്ചടി, പരിപ്പ് പായസം, പപ്പടം. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായ നന്ദിയോടെ സ്തോത്രം കർത്താവേ. ദൈവമേ കർത്താവേ, ഈ മധ്യാഹ്ന സമയത്ത് ദൈവത്തിന്റെ വാതിലൂടെ ഞങ്ങൾ ഒരുമിച്ചായിരിക്കുകയാണ് കർത്താവേ. ഞങ്ങളെല്ലാവരും ഇപ്പോൾ നമ്മൾ ഓണസദ്യയൊക്കെ വിളമ്പി തരാറായി. ഇനി ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് വീണ്ടും കാണാം. ഓണസദ്യ, അടിപൊളി ഓണസദ്യ. കറികളൊക്കെ ടേസ്റ്റ് ചെയ്തിട്ട് എങ്ങനെയുണ്ട്? നോക്കേ. പച്ചടി വെച്ചോ എല്ലാവർക്കും? എങ്ങനെയുണ്ട്? നല്ലതാണോ? ടേസ്റ്റ് ഒക്കെ ഉണ്ടോ? എല്ലാം നല്ലതാണ്. ഓക്കെ. മമ്മി എന്നെ കൂട്ടിയേ? കൂട്ടിയതൊക്കെ നല്ലതാണോ? അപ്പോൾ പരിപ്പും നെയ്യും ഒക്കെ ആദ്യം കഴിച്ചു. പിന്നെ നമ്മുടെ ബാലൻസ് കറികളൊക്കെ കഴിക്കുകയാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഇവിടെ ഓണസദ്യ കഴിക്കുകയാണ്. നല്ല അടിപൊളി ഫുഡായിരുന്നു. ഞങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് പറയുകയല്ല, ഞങ്ങളെല്ലാവരും കൂടി ഉണ്ടാക്കി നല്ല അടിപൊളി ടേസ്റ്റായിട്ടുള്ള ഫുഡായിരുന്നു. ഒരു അടിപൊളി ഓണമായിരുന്നു. എല്ലാവരും കൂടെ അവരുടെ നാട്ടിൽ നിന്ന് അമ്മയും ചേച്ചിയൊക്കെ കൂടെ വന്നുകൊണ്ട് നല്ല അടിപൊളി ഓണമായിരുന്നു. അപ്പോൾ മമ്മിയുടെ കുറച്ച് ഓണ ഓർമ്മകൾ എന്താണെന്ന് നമുക്ക് ചോദിക്കാവേ. എന്താണ് ഓണ ഓർമ്മകൾ മമ്മിയുടെ? Everybody is looking forward to see some new clothes. Everybody gets at home. Not too much activities, but we do play. Children will play, do some play, and what else? ഊഞ്ഞാലൊന്നും ഇല്ലെന്ന്? ഊഞ്ഞാല്? Yes. ഊഞ്ഞാല്. പിന്നെ ഓണസദ്യ. ഓണസദ്യ. Sadhya is, those days are limited supplies and everything, but we still do a good, yeah. ഓണക്കോടി ഉണ്ടോ? ഓണക്കോടി, not all family, because big families, the children get it, not the adult. ഓക്കെ. അതൊക്കെയാണ് മമ്മിയുടെ ഓണ ഓർമ്മകൾ. ഇന്നത്തെ ഓണം എങ്ങനെ ഉണ്ടായിരുന്നു? Oh, that was best for a long time. After a long time, that was best, and I'm so happy. I'm like something. Yeah, it was very nice. I'm just
Yeah, that's it. Good feeling, good feeling. Yeah. Friendly. Yeah, it's a. I may cry, okay, if you ask me too many questions, but it was very nice. വെരി നൈസ്. അമ്മയ്ക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇന്നത്തെ ഓണം. അപ്പോൾ ഞങ്ങൾ അമ്മ ഓണത്തിൻ്റെ ഡ്രസ്സൊക്കെ ഊരി, അല്ല ഓണക്കോടി നമ്മുടെ ഓണസാരി ഒക്കെ ഊരി. ഇപ്പോൾ അമ്മയോട് ചോദിക്കാം അമ്മയുടെ ഓണം എങ്ങനെയുണ്ട്. അമ്മയുടെ പണ്ടത്തെ ഓണത്തിൻ്റെ ഓർമ്മ എങ്ങനെയുണ്ട്? ഓണ ഓർമ്മകൾ. രാവിലെ അമ്മയോ മൂത്തവരാരെങ്കിലും ചോറും കറിയും എല്ലാം ഉണ്ടാക്കും. ആ, അത് ഇലയും വെട്ടിയിട്ട് കഴിക്കും എല്ലാവരും. കഴിക്കും. ഒരു 5-8 കൂട്ടം കറി, പായസമൊക്കെ വെക്കും. ആ, അതെല്ലാം കൂടി ചോറുന്നു. ചോറിനു. ഓണക്കോടിയൊന്നും ഇല്ല. അതൊന്നുമില്ല. ഓണക്കോടി ഇല്ല. ഓണക്കോടി പണ്ടത്തെ കാലത്ത് അങ്ങനെ ആരും ഊഞ്ഞാല് കെട്ടുകയും ഇപ്പോഴത്തെ പോലെ ഓണക്കോടി മേടിക്കുകയൊന്നും ഇല്ല. അങ്ങനെയൊന്നും എല്ലാം ഒന്നും ചെയ്യത്തില്ല. എന്നാൽ അന്നത്തെ കാലത്ത് അത്രയും ഒത്തിരി മക്കളൊക്കെ ഉള്ളപ്പോൾ എല്ലാവർക്കും കൂടി ചെയ്യാൻ പറ്റത്തില്ല. എന്നാലും പിന്നെ സദ്യ എല്ലാം ഉണ്ടാക്കി എല്ലാവരും കൂടെ കഴിക്കും. അതെല്ലാം പറമ്പിലുണ്ടല്ലോ. അതെ അതെ, പറമ്പിൽ അവിടെ കൃഷിയൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാം ഉണ്ട്. കണ്ടമുള്ളുണ്ട്, നെല്ലുണ്ട്, പറമ്പിൽ കൃഷികളെല്ലാം ഉണ്ട്. അവിടുന്ന് തന്നെ പറിച്ചുണ്ടാക്കാനുള്ളതേ ഉള്ളൂ. ആ, അങ്ങനെയാണ് അമ്മയുടെ ഓർമ്മകൾ. അല്ല, ഇന്നത്തെ ഓണം എങ്ങനെയുണ്ടായിരുന്നു? ഇന്നത്തെ ഓണം കുഴപ്പമില്ലായിരുന്നു, നല്ലതായിരുന്നു. നല്ലതായിരുന്നു. ഇന്നത്തെ ഓണം, ഇവിടുത്തെ ഓണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ ഇന്നാകുമ്പോൾ പിന്നെ അമ്മയ്ക്ക് മെയിനായിട്ട് തുണിയൊന്നും വീഴത്തില്ല. തുണിയൊക്കെ ഞങ്ങൾ കഴിച്ചു കഴിഞ്ഞിട്ടോ തുണി, ഓണത്തിൻ്റെ തുണിയൊക്കെ കൊടുത്ത്, ഓണസാരിയൊക്കെ കൊടുത്ത് അങ്ങനെ ഇരിക്കുന്നു. ചേച്ചിയോട് ചോദിക്കാം ഓണത്തിൻ്റെ ഓർമ്മകൾ എങ്ങനെയുണ്ടെന്ന്. എങ്ങനെയുണ്ട് പണ്ടത്തെ ഓണം? കുഞ്ഞുനാളിലെ ഓണം എങ്ങനെയുണ്ടായിരുന്നു? കുഞ്ഞുനാളിലെ ഓണം വലിയ ഓർമ്മയൊന്നും എനിക്കില്ല. പിന്നെ ഞാൻ അമ്മ വീട്ടിലായിരുന്നു. അതുകൊണ്ട് അവിടെ അപ്പച്ചനും അമ്മയും പിന്നെ അമ്മച്ചന്മാരും ആൻറ്റിമാരും അവരുടെ കൂടെയൊക്കെ ഉള്ള ഓണം നല്ലതായിരുന്നു. പിന്നെ ആ ഓണക്കോടിയൊക്കെ അമ്മച്ചൻ മേടിച്ച് തരുമായിരുന്നു. നല്ല ഓർമ്മകളായിരുന്നു. ഊഞ്ഞാലൊക്കെ കെട്ടി തരുമായിരുന്നു. ഊഞ്ഞാലൊക്കെ ആടിയിട്ടുണ്ട്. പിന്നെ നമുക്ക് നല്ല ഓർമ്മകൾ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ ഓണം ഞങ്ങൾ തന്നെ എല്ലാം കുക്ക് ചെയ്തു. ഓണമൊക്കെ നല്ല അടിപൊളിയാക്കി. ഇനി എൻ്റെ കുഞ്ഞുനാളിലെ ഓർമ്മയെന്ന് പറഞ്ഞാൽ ഊഞ്ഞാൽ കെട്ടുമായിരുന്നു. പിന്നെ എനിക്കൊരു പണിയുണ്ടായിരുന്നു. ഞാൻ വെളുപ്പംകാലത്ത് എഴുന്നേറ്റ് ഊഞ്ഞാലെ കയറിയിരിക്കുമായിരുന്നു. കാരണം ഊഞ്ഞാലിൽ നിന്ന് ഇറങ്ങിയാൽ പിന്നെ ഊഞ്ഞാൽ കിട്ടത്തില്ല. ഞാനത് ഓർക്കുന്നുണ്ട്. ഞാനത് കയറിയിരുന്നാൽ പിന്നെ ഇറങ്ങത്തില്ലായിരുന്നു. പിന്നെ കൈ പിടിക്കുന്നതൊക്കെ തുണി കെട്ടുമായിരുന്നു. കൈ നോക്കാതിരിക്കാൻ കയറല്ലേ, കൈ പിടിക്കുന്നതൊക്കെ അല്ല തുണിയൊക്കെ കെട്ടി അവിടെ വെച്ചിട്ട് ഞങ്ങൾ ഊഞ്ഞാലാടുമായിരുന്നു. ഫുൾ ടൈം ഞാൻ തന്നെ ഇതൊക്കെ കയറിയിരിക്കുമായിരുന്നു, ഇറങ്ങി കിട്ടാത്തതുകൊണ്ട്. അങ്ങനെ ഒരു പ്രശ്നമുണ്ടായിരുന്നു. പിന്നെ ഓണസദ്യ അല്ലേ, ഓണക്കോടി എടുക്കും. പക്ഷെ നമ്മളങ്ങനെ എല്ലാ ഓണത്തിനും അങ്ങനെ ഓണക്കോടിയൊന്നും എടുക്കാറില്ല. ക്രിസ്ത്യൻസ് എനിക്ക് തോന്നുന്നില്ല എല്ലാവരും ഓണക്കോടി എടുക്കുക. ഇല്ല, അങ്ങനെ ചെയ്യത്തില്ല. ഇപ്പോഴാണ് കൂടുതൽ ഓണക്കോടി. അതെ, കൂടുതലും ക്രിസ്ത്യൻസ് അങ്ങനെ ഓണക്കോടി എടുക്കാറില്ല. എനിക്ക് തോന്നുന്നില്ല, ചില വീടുകളിലൊക്കെ എടുക്കുമായിരിക്കും. ഞങ്ങളുടെയൊക്കെ വീട്ടിൽ അങ്ങനെ ഓണക്കോടിയൊന്നും പറഞ്ഞ് എടുക്കാറില്ല. പിന്നെ നമ്മളല്ലാതെയൊക്കെ ഡ്രസ്സ് എടുക്കും, അതൊക്കെ നമ്മൾ ഓണത്തിന് എടുക്കും. അങ്ങനെയൊക്കെയാണ്. പിന്നെ ഇപ്പോഴൊക്കെയാണെന്ന് തോന്നുന്നു കൂടുതൽ ഇങ്ങനെ ഓണക്കോടി എടുക്കുകയും ഇങ്ങനെ ഈ പല പല ടൈപ്പുള്ള കേരള സാരിയൊക്കെ ഇറങ്ങുകയൊക്കെ ചെയ്യുന്ന ഇപ്പോഴാണ്. പണ്ട് അത്രയൊന്നും സെലക്ഷൻ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. നമ്മൾ അതിനുവേണ്ടി ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു ഡ്രസ്സ് അങ്ങനെയൊന്നുമില്ല. നമ്മള് വളരെ കിട്ടുന്നത് തന്നെ വലിയ ഭാഗ്യം. അതെ, അന്നത്തെ കാലം കിട്ടത്തില്ല. അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഇത്രേ ഉള്ളൂ, ഇലയല്ലേ നമ്മൾ അന്ന് ഫുഡ് കഴിക്കും എല്ലാരും കൂടെ. കാരണം നമ്മുടെ വീട്ടിൽ ചേനയും മത്തങ്ങയൊക്കെ ഉണ്ടല്ലോ. പിന്നെ നമ്മള് പൂക്കളം അങ്ങനെ ഇടാറില്ല. പൂക്കളം ഇടാറില്ല. ഊഞ്ഞാല് കെട്ടും. പുളിയല്ല സാധാരണ ഇല്ലേ കേട്ടാറ്. ഊഞ്ഞാല് കെട്ടും. പിന്നെ നമ്മള് സദ്യ നമ്മൾ ഉണ്ടാക്കും. വീട്ടിലുള്ള എല്ലാവരോടും കൂടി ഒരു സദ്യ ഉണ്ടാക്കും, ഒരു പായസവും ഉണ്ടാക്കും. അല്ലാതെ നമുക്ക് അങ്ങനെ ഇങ്ങനെ ഡ്രസ്സ് എടുത്ത് അങ്ങനത്തെ അങ്ങനെ ആഘോഷങ്ങൾ വീട്ടിലെ അപ്പച്ചനൊക്കെ അമ്മയൊക്കെ ഉള്ളിടം വരെ ഉണ്ടായിരുന്നു. അതൊക്കെ അത് കഴിഞ്ഞപ്പം അങ്ങനെയായിരുന്നു ഓണം. ഉള്ളത് എല്ലാരും ഉള്ളപ്പോഴാണ് ഓണം. ഓരോരുത്തർ പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത്ര ഓണം. അതെ, പിന്നെ അതാ നമ്മുടെ ഓർമ്മ. എനിക്ക് എല്ലാം
അപ്പച്ചൻ്റെ ചെറുപ്പത്തിൽ അപ്പച്ചൻ്റെ ഉള്ളപ്പോൾ ഉള്ള ജീവിതമായിരുന്നു എനിക്ക് ഓർമ്മയില്ല. അതൊരു അതൊരു പറഞ്ഞാൽ ഞാൻ അതുപോലൊരു ആയിരുന്നു അപ്പച്ചൻ്റെ. കാരണം നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാം ഇഷ്ടം. ഏത് പ്രയാസക്കാർക്കുണ്ടായാലും മത്തേച്ച ഓടുന്നു വരണേ. അങ്ങനെ അപ്പച്ചൻ അത് തോൽവി അങ്ങനെ ഒരു ഇതുള്ള. പക്ഷെ അത് പിന്നെ അപ്പച്ചന് 57-ാമത്തെ വയസ്സിൽ അപ്പച്ചനെ പോയി. 57 പോയി അല്ലേ? എല്ലാം പോയി. മനസ്സിലായി. അമ്മ ഉണ്ട്. അമ്മ എത്ര വയസ്സിലാവും? അമ്മ 5-6 വർഷം കഴിഞ്ഞ് 7-ാമത്തെ വയസ്സിൽ അമ്മയെ മരിച്ചു. അല്ല അന്ന് അമ്മയ്ക്ക് എത്ര വയസ്സുണ്ട്? അമ്മയ്ക്ക് എത്ര വയസ്സുണ്ട് അപ്പച്ചൻ മരിക്കുമ്പോ? അല്ല അപ്പച്ചൻ മരിച്ചു കഴിഞ്ഞ് അമ്മ മരിക്കും 57. അപ്പൊ അതിന്റെ 52 വയസ്സൊക്കെ ഉള്ളായിരുന്നു മരിക്കുമ്പോ. അതൊരു ഞാൻ ഇമോഷണലാവും കേട്ടോ. അപ്പച്ചൻ അമ്മ ഞങ്ങളെ അങ്ങ് സ്നേഹിച്ച് ഇരിക്കുവായിരുന്നു. ഞാൻ പരീക്ഷയ്ക്ക് ഫീസ് കൊടുക്കണമെങ്കിലുണ്ടല്ലോ പോകുന്നതിന് മുമ്പേ കൊണ്ട് തന്നമ്മച്ച് പറയും, അന്ന് ഞാൻ ഹൈസ്കൂൾ ആയില്ല, വേണ്ട കൈ തന്നു പറയും, അമ്മയുടെ കൊടുക്കലേ. എന്താ അറിയാമോ, അമ്മ എന്ത് തിന്നുകളും ചിലവാക്കും, ആവശ്യമുണ്ടെങ്കിൽ പിന്നെ വാങ്ങിച്ചു തരാന്ന് പറയും. അന്ന് പറഞ്ഞ ഞാനത് അത് വലിയൊരു നഷ്ടമായി അപ്പച്ചൻ പോയപ്പോഴേ. പക്ഷെ നാട്ടുകാർക്ക് എല്ലാവർക്കും ഉപകാരമുള്ള ഒരു മനുഷ്യന് ഉണ്ടല്ലോ. മനുഷ്യമായിട്ടുള്ള ഒരാള് ഒരു വീട്ടിൽ ഇച്ചിരി നാശം ഇച്ചിരി ഇത് വന്നില്ലെങ്കിൽ അവർക്ക് ഇച്ചിരി ഉള്ളതില് ഒരു കരുതൽ മനുഷ്യരുണ്ടല്ലോ, കെയർ ചെയ്ത് എല്ലാവരെയും. ഇന്ന് മതിൽ കെട്ടി എല്ലാവരും അകത്തിരിക്കും. ഒരാൾ ചത്തു കിടന്നാൽ പോലും നമ്മൾ അറിയത്തില്ല. അതാണ് ഏറ്റവും ഒരു ഇന്ന് സ്നേഹബന്ധങ്ങൾക്ക് വിലയില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. ഇന്ന് എല്ലാവരും ഈ പണം ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. പക്ഷെ ആ പണത്തിന് അതങ്ങോട്ട് കൂടിയിട്ട് മനുഷ്യൻ നിന്ന് ഒരു അന്ധത ബാധിച്ചിരിക്കുന്ന ഒരവസ്ഥയാണെന്ന്. ഇന്ന് എല്ലാവരും ഒന്ന് കൂടി ഒരു ഗെറ്റ് ടുഗദർ നല്ലതായിരുന്നു. എല്ലാവരും ഓർക്കുമ്പോണ്ടല്ലോ ഞാൻ അങ്ങ് അറിയാതെ ഇമോഷണലായി പോവും അല്ലേ? കാരണം നെല്ലിപ്പിള്ള ഇറങ്ങിയത്, നെല്ലിപ്പിള്ള ഇറങ്ങി നിന്നതും ന്യൂസ് വന്ന് അമ്മ എനിക്ക് പിന്നെന്താ അടുത്തിന്ന് പോകുന്ന സമയത്ത് അത് ആ ദിവസത്തോടുകൂടി എൻ്റെ ജീവന്. കാരണം ഏറ്റവും ഞാൻ വന്നതാ, എനിക്ക് ഉറക്കത്തി എന്തോ മനസ്സ് വന്നിട്ട് ഞാൻ വന്ന് എൻ്റെ അമ്മയുടെ കൂടെ നിന്ന് എൻ്റെ അമ്മ മരിച്ചു. ഇന്ന് വരെ അമ്മയുടെ കാര്യം ഓർത്തിട്ട് ഞാൻ അറ്റ്ലീസ്റ്റ് ഞാൻ അമ്മയുടെ കാര്യം ഓർത്തിട്ട്, കാരണം അത്രയ്ക്കും അമ്മയ്ക്ക് കൂടുതൽ നിൽക്കാൻ പറ്റിയിട്ടില്ല. പറ്റിയില്ല. കാരണം ഒരു ശമ്പളം വാങ്ങിച്ച് കൈ കൊടുത്തെങ്കിൽ എനിക്ക് കൊടുക്കാൻ പറ്റിയില്ല. അതും പറ്റിയില്ല. അതൊക്കെ ഉള്ള ജീവിതം അങ്ങനെയൊക്കെയാ. ഞാൻ പറയുമ്പോൾ മാത്രമല്ല, ഞാൻ ഇടയ്ക്കിടയ്ക്കെല്ലാം രാത്രി ഓർത്തിരുന്നു. രാത്രി നമ്മൾ അങ്ങനെ ഓർക്കുമ്പോൾ പിന്നെ മമ്മി നമുക്ക് നമ്മുടെ ഓർമ്മകളെ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ അടിപൊളി സദ്യയൊക്കെ നിങ്ങൾ കണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് ഓണം ഫോട്ടോഷൂട്ടൊക്കെ നമ്മൾ ഫാമിലി എല്ലാവരും ഉണ്ടല്ലോ, അപ്പം കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ എപ്പോഴും പറഞ്ഞത് തന്നെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കണം. അപ്പോൾ നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു, ടേക്ക് കെയർ, ബൈ ബൈ. അപ്പോൾ എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ സന്തോഷത്തിൻ്റെ സമാധാനത്തിൻ്റെ ഒരു അടിപൊളി ഓണം വിഷ് ചെയ്യുന്നു. അങ്ങനെ ഓണസദ്യയൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ നമ്മുടെ ഓണം ഡ്രസ്സൊക്കെ ഇട്ട് കുറച്ച് ഫോട്ടോ എടുത്തു. അപ്പം നമുക്കതൊക്കെ ഒന്ന് കണ്ടു നോക്കാം.